ചോദ്യം വായിക്കുക. കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് 5 കൂട്ടിയാൽ അവളുടെ അച്ഛൻ്റെ വയസ്സ് കിട്ടും. അച്ഛൻ്റെ വയസ്സ് 50 ആയാൽ കലയുടെ വയസ്സ് എത്ര? അപ്പോൾ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് കലയുടെ വയസ്സാണ്. അപ്പം ഞാൻ ആ കലയുടെ വയസ്സ് എന്നുള്ളത് എക്സ് എന്ന് എടുക്കാൻ, കല എന്ന് പറയുന്ന ആളുടെ വയസ്സ് എത്രയാണ്? എക്സ് ആണ്. ഇനി ചോദ്യം വായിച്ചേ. കലയുടെ വയസ്സിൻ്റെ 9 മടങ്ങിനോട് എന്ന് വെച്ചാൽ കലയുടെ വയസ്സ് എക്സ് ആണ്. അപ്പോൾ 9 മടങ്ങാകുമ്പോൾ 9x. അതിനോട് എത്ര? 5 കൂട്ടുക എന്ന് വെച്ചാൽ 9x കൂടെ 5 കൂട്ടുക. ആ 5 കൂട്ടുമ്പോഴാണ് ആരുടെ കിട്ടുക? അച്ഛൻ്റെ വയസ്സ് കിട്ടുക, അല്ലേ? ഇനി ആ അച്ഛൻ്റെ വയസ്സ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ 9x എന്ന് പറയുന്ന ആളുടെ 5 കൂട്ടിയാൽ എത്ര കിട്ടും? 50 കിട്ടും. ഇനി പറ, 9x എന്നുള്ള എത്രയായിരിക്കാം? 50 പ്ലസ് 5 അങ്ങോട്ട് പോകുമ്പോൾ -5. അപ്പോൾ 9x എത്ര? 45. 50 നിന്ന് 5 പോയാൽ 45 അല്ലേ? ഈ എക്സ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കാം? 45/9. എത്ര പ്രാവശ്യം? 5 തവണ. ഈ എക്സ് എന്ന് പറയുന്നത് കലയുടെ വയസ്സാണെന്നറിയാലോ. അപ്പോൾ കലയുടെ വയസ്സ് എത്ര കിട്ടി? 5 എന്നാണ് നമ്മളുടെ ഓപ്ഷൻ എ. ഓപ്ഷനാണ് 5. ഇതൊക്കെ ചെറിയ ക്വസ്റ്റ്യനാണ്. ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്സ് തീരെ അറിയാൻ പാടില്ലാത്തവർക്ക് ചിലപ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇത്തിരി അറിയാവുന്നവർക്കൊക്കെ ഇതിൽ എളുപ്പമായിട്ട് തോന്നും. അറിയാൻ പാടില്ലാത്തവർ വീണ്ടും ഇത് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്.